ഹായ് ഫ്രണ്ട്സ്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റിനായുള്ള തർക്ക വിതർക്കങ്ങളിലാണ് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. UDF സംബന്ധിച്ച് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി ശരിയാ, പദ്ധതി ആരംഭിച്ച UDF ആണ്. അപ്പോൾ അതിനെ എതിർത്തവരാണ് ഇടതുപക്ഷം. എന്നാൽ LDF സംബന്ധിച്ച് പറഞ്ഞാൽ വെറുമൊരു തറക്കല്ലിട്ടുകളുടെ പദ്ധതി ആവില്ല, നടപ്പാക്കിയ ഞങ്ങളാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട്. ശരിയാ, അവർക്കും അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ അവസാന നിമിഷം വരുമ്പോൾ എല്ലാം ക്രെഡിറ്റും BJPക്കാ. ഒന്നാമതായി തന്നെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാൻ മാത്രമായ ഒരു പ്രധാനമന്ത്രി. കാരണം ഇതിന്റെ സിംഹഭാഗവും പണം മുടക്കിയത് കേരള ഗവൺമെന്റാ. പിന്നെയുള്ളത് നടത്തിപ്പുകാരെ അദാനി. കേന്ദ്ര ഗവൺമെന്റ് ആകെ നൽകി 812 കോടി രൂപയാ വയബിലിറ്റി ഫണ്ട്. എന്നിട്ട് മറ്റു പല സംസ്ഥാനങ്ങൾക്കും അത് ഗ്രാൻഡായി നൽകുമ്പോൾ കേരളത്തോട് പറഞ്ഞ് വായ്പയാണ് തിരിച്ചടച്ചോടാൻ. എന്നിട്ടാണ് ഈ BJP മേനിഞ്ഞ പറയുന്നത് ഞങ്ങളുടെ പദ്ധതിയാണ്, ഇന്ത്യ മൊത്തം വികസിക്കുന്നു, അതിന്റെ ഭാഗമായി കേരളവും വികസിക്കുന്നു, ഞങ്ങൾ നടപ്പാക്കുന്നു. ഇന്ന് പല പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇതിന്റെ പരസ്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അവരുടെ പരസ്യങ്ങളില് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടേത്, രണ്ടാമത്തെ രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ്. അത് ഏത് വകുപ്പിലാണ് BJP പ്രസിഡന്റിനെ പ്രധാനമന്ത്രിക്ക് താഴെ പ്രതിഷ്ഠിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം MP അല്ല, മന്ത്രിയല്ല, തോറ്റ സ്ഥാനാർത്ഥിയാ തിരുവനന്തപുരത്ത്. അവന് ക്രെഡിറ്റേ ഉള്ളൂ. ഏത് റൂൾസ് ഓഫ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി BJP പ്രസിഡന്റിന് ആ സ്ഥാനം കൊടുത്തതെന്ന് BJP വിശദീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, അവരെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് വടക്കേന്ത്യയല്ല, ഇവിടെയുള്ള ജനങ്ങൾ പൊട്ടന്മാരുമല്ല, അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങള്. ഇതിങ്ങനെ മേനി പറയാം ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് മാത്രം. ഏതാണെങ്കിലും ആര് ക്രെഡിറ്റ് എടുത്താലും വേണ്ടി വരാം, ഒരു നല്ല പദ്ധതി കേരളത്തിൽ നടപ്പാകുന്നു, നമുക്കതിൽ പങ്കുചേരാം.